നമസ്കാരം. നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ ഗൾഫ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. സൗദി അറേബ്യയിൽ ട്രക്ക് ഡ്രൈവർമാർക്ക് 5 വ്യവസ്ഥകൾ. റിയാദ്. സൗദിയിലെ ട്രാഫിക് ഡയറക്ടറേറ്റ് ട്രക്ക് ഡ്രൈവർമാർക്കായി പുതിയ 5 വ്യവസ്ഥകൾ പുറത്തിറക്കി. റോഡ് അപകടങ്ങൾ കുറയ്ക്കുക, ഗുണമേന്മയുള്ള സേവനം ഉറപ്പാക്കുക, മേഖല വികസിപ്പിക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളോടെയാണ് ഈ നടപടി. പുതിയ വ്യവസ്ഥകൾ: ട്രക്കുകളിൽ വിദ്യാർത്ഥികളെ കയറ്റാൻ പാടില്ല. നഗരങ്ങളിലേക്ക് പ്രവേശിക്കാനും പുറത്തിറങ്ങാനും അനുവദിക്കപ്പെട്ട സമയങ്ങൾ മാത്രം ഉപയോഗിക്കണം. വാഹനത്തിലെ ചരക്കുകൾ സുരക്ഷിതമായി മൂടിയിരിക്കണം. ഇത് ലംഘിച്ചാൽ 500 മുതൽ 900 റിയാൽ വരെ പിഴ ലഭിക്കും. മൾട്ടി ട്രാക്കുകളുള്ള റോഡുകളിൽ വലത് ട്രാക്ക് മാത്രമേ ഉപയോഗിക്കാവൂ. രാത്രിയിൽ പാർക്ക് ചെയ്യുമ്പോൾ വാഹനത്തിന്റെ പിന്നിൽ ത്രികോണാകൃതിയിലുള്ള പ്രതിഫലന ചിഹ്നം ഘടിപ്പിക്കണം. വൃക്കമാറ്റ ശസ്ത്രക്രിയയിൽ സൗദിക്ക് ലോക റെക്കോർഡ്. സൗദി അറേബ്യ വൃക്കമാറ്റ ശസ്ത്രക്രിയയിൽ പുതിയ ലോക റെക്കോർഡ് സ്ഥാപിച്ചു. റിയാദിലെ കിങ് ഫൈസൽ ആശുപത്രി 48 മണിക്കൂറിനുള്ളിൽ 10 വൃക്കമാറ്റ ശസ്ത്രക്രിയകൾ വിജയകരമായി പൂർത്തിയാക്കിയാണ് ഈ നേട്ടം കൈവരിച്ചത്. ഈ ആശുപത്രിയിൽ ഇതുവരെ 5000-ലധികം വൃക്കമാറ്റ ശസ്ത്രക്രിയകൾ നടത്തിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം 80 കുട്ടികളുടെ വൃക്കമാറ്റ ശസ്ത്രക്രിയകൾ നടത്തി സൗദി മറ്റൊരു റെക്കോർഡ് കൂടി സ്വന്തമാക്കിയിരുന്നു. 100 കോടി റിയാലിന്റെ വിദ്യാഭ്യാസ പദ്ധതികളുമായി സൗദി അറേബ്യ. റിയാദ് മേഖലയിലെ ഡെപ്യൂട്ടി അമീർ പ്രിൻസ് മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാന്റെ നേതൃത്വത്തിൽ സൗദി അറേബ്യയിൽ 100 കോടി റിയാൽ മൂല്യമുള്ള വിദ്യാഭ്യാസ പദ്ധതികൾ പ്രഖ്യാപിച്ചു. 314 പദ്ധതികളാണ് ഇതിൽ ഉൾപ്പെടുന്നത്. സ്കൂളുകളിലെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുക, സുരക്ഷിതവും ആകർഷകവുമായ പഠനാന്തരീക്ഷം ഒരുക്കുക, വിദ്യാഭ്യാസ നിലവാരം ഉയർത്തുക, കൂടുതൽ വിദ്യാർത്ഥികൾക്ക് തുല്യമായ വിദ്യാഭ്യാസ അവസരങ്ങൾ നൽകുക തുടങ്ങിയ ലക്ഷ്യങ്ങളോടെയാണ് ഈ പദ്ധതികൾ നടപ്പാക്കുന്നത്. ഈ പദ്ധതികൾ 1,88,000-ലധികം വിദ്യാർത്ഥികൾക്ക് നേരിട്ട് പ്രയോജനം ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. അബുദാബി റോഡ് ടോൾ സമയത്തിൽ മാറ്റം. സെപ്റ്റംബർ 1 മുതൽ അബുദാബിയിൽ റോഡ് ടോൾ നൽകേണ്ട സമയം വർദ്ധിപ്പിച്ചു. പുതുക്കിയ സമയക്രമം അനുസരിച്ച് വൈകുന്നേരം 3 മുതൽ 7 വരെ ഡ്രൈവർമാർ ടോൾ നൽകണം. നിലവിൽ വൈകുന്നേരം 5 മുതൽ 7 വരെയായിരുന്നു ടോൾ സമയം. രാവിലെ ടോൾ നൽകേണ്ട സമയത്തിൽ മാറ്റമില്ല. ഇനി മുതൽ സ്വകാര്യ വാഹനങ്ങൾക്ക് ടോൾ കാപ്പ് ഉണ്ടാകില്ലെന്നും അധികൃതർ അറിയിച്ചു. നേരത്തെ പ്രതിദിനം 16 ദിർഹവും പ്രതിമാസം 200 ദിർഹവുമായിരുന്നു ടോൾ ഇളവ്. എന്നാൽ ഈ ഇളവ് ഇനി ലഭിക്കില്ല. IIM ദുബായിൽ ആദ്യ രാജ്യാന്തര ക്യാമ്പസ് തുറക്കുന്നു. ഇന്ത്യയും UAEയും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം എല്ലാ മേഖലകളിലും ശക്തിപ്പെടുത്തുന്നതിനായി വാർത്താലേഖനം സൂചിപ്പിക്കുന്നു. ഈ പുരോഗതിയുടെ ഭാഗമായി ഡൽഹി IIT ക്യാമ്പസ് അബുദാബിയിൽ 1 വർഷം മുമ്പ് ആരംഭിച്ചു. ഇതിനു പിന്നാലെ അഹമ്മദാബാദ് IIM ദുബായിൽ തങ്ങളുടെ ആദ്യത്തെ അന്താരാഷ്ട്ര ക്യാമ്പസ് ആരംഭിക്കുന്നു. വിഷമദ്യ ദുരന്തത്തിൽ മരണസംഖ്യ 50 കടന്നേക്കുമെന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. നിലവിൽ 23 പേർ മരിച്ചതായും 160 പേർ ചികിത്സയിലാണെന്നും കുവൈത്ത് ആരോഗ്യ മന്ത്രാലയം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ചികിത്സയിലുള്ളവർക്കിൽ സ്ത്രീകളും ഉൾപ്പെടുന്നുവെന്നതാണ് വിവരം. മരണപ്പെട്ടവരിൽ 6 പേർ മലയാളികളാണ്. ആശുപത്രിയിൽ കഴിയുന്ന 160 പേരിൽ 40 പേർ ഇന്ത്യക്കാരാണ്. അവരിൽ ഭൂരിഭാഗവും മലയാളികളാണെന്ന് കരുതപ്പെടുന്നു. വിഷമദ്യം വൃക്കകൾ ഉൾപ്പെടെയുള്ള ആന്തരിക അവയവങ്ങളെ ഗുരുതരമായി ബാധിച്ചതിനാൽ പലരുടെയും നില അതീവ ഗുരുതരമാണ്. 20-ലധികം പേർക്ക് കാഴ്ച നഷ്ടപ്പെട്ടതായും ഡയാലിസിസിന് വിധേയനായിരിക്കുമെന്നും ഉറവില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു. സംഭവവുമായി ബന്ധപ്പെട്ട് 2 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്.